നിസ്കരിക്കാൻ സമയമായി വെള്ളം കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. കിണറ്റിൽ വെള്ളമുണ്ട്, വെള്ളം കോരിയെടുക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി എന്തോ മന്ദിരിച്ച് ആ കിണറിലേക്ക് തുപ്പി ഒന്നൂതി. അപ്പോൾ ആ വെള്ളം പൊന്തി വരികയും അതിൽ നിന്ന് ആവശ്യത്തിന് ഉടുകൊടുത്ത് വെള്ളം കുടിച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, ഏതൊരു കാര്യം കൊണ്ടാണ് ഈ വലിയ സ്ഥാനം നീ നേടിയെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ മഹത്വം കിട്ടിയതെന്ന് ആ ചെറിയ പെൺകുട്ടി പറഞ്ഞ കാരണമാണ് ബഹുമാനപ്പെട്ട ദലാഇലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിൻ്റെ ഓരോ ദിവസവും ചെയ്യേണ്ട ഹിസ്ബ് കണക്കാക്കി പതിവായി ചൊല്ലേണ്ട ദിക്റുകൾ കണക്കാക്കിക്കൊണ്ടുള്ള ആ ദലാഇലുൽ ഖൈറാത്ത് ഉണ്ടാക്കിയത് എന്ന് ചരിത്രം പറയുന്നു. ആ ദലാഇലുൽ ഖൈറാത്തിൻ്റെ അതിൽ തന്നെ ഒരു ഭാഗത്ത് കണ്ടു, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്നും ആ മലക്ക് ഈ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ കൊണ്ടുപോയി കൊടുക്കുമെന്നും അങ്ങനെ ആ സ്വലാത്ത് അവിടെ എത്തിച്ചതിന് ശേഷം പിന്നെ ഈ മലക്കിലുള്ള പണി ആരാണോ ഈ സ്വലാത്ത് നേരത്തെ ചൊല്ലിയത് അവർക്ക് വേണ്ടി പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കുന്നു. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ഇവിടെ ഈ കൂടിയ നമ്മൾ പലപ്പോഴും സ്വലാത്തെല്ലാം തീരുമാനിക്കാറുണ്ട്. കോഴിക്കോട്ടേക്ക് ബസ് കയറുമ്പോൾ, ചീനയിലെ ബസ് കയറുമ്പോൾ സ്വലാത്തിനൊക്കെ കരുതിയാണ് തീരുമാനിക്കാം. കയറി ആ ദിക്റ് ചൊല്ലി കയറി സീറ്റ് കിട്ടുമെന്നാണ് ആദ്യത്തെ ശ്രമം. അങ്ങനെ സീറ്റ് കിട്ടിയാൽ പിന്നെ ഒന്നോ രണ്ടോ സ്വലാത്തങ്ങൾ ചൊല്ലും. അങ്ങനെ ചൊല്ലി കുറച്ചെത്തുമ്പോൾ ചിന്ത മാറുകയാണ്. നാം ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത്. നാം ചെയ്യുന്ന ഏർപ്പാടുകൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ കുടുംബം, മക്കളെ കെട്ടിക്കൽ, വീടുണ്ടാക്കൽ തുടങ്ങിയുള്ള ഓരോ വിഷയങ്ങളിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കോഴിക്കോട് എത്തുമ്പോഴാണ് സ്റ്റാൻഡിലെത്തിയല്ലോ നമുക്ക് ഓർമ്മ വരിക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് മനുഷ്യന്റെ മനസ്സ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചിക്കാൻ കഴിയില്ല. അതേസമയത്ത് ഈ ഒരു സദസ്സിൽ കൂടിയപ്പോൾ ആ സദസ്സിൽ നിന്ന് നാം ഈ സദസ്സിന്റെ ഒരു ഭാഗമായി മാറിയപ്പോൾ ആ ഒരു സ്വലാത്തും നഷ്ടപ്പെടാതെ അത് പൂർത്തിയാക്കി ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഇത്തരം സദസ്സിന്റെ ഒരു മഹത്വമാണ്. അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ നാം ഇപ്പോൾ മങ്കൂസ് മൗലിൽ പൂർത്തിയാക്കി ചൊല്ലിയപ്പോൾ ഏകദേശം ഒരു 10-30 സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞു. അശർ ചൊല്ലിയപ്പോൾ അതിനേക്കാൾ ഏറെ സ്വലാത്തുകൾ ചൊല്ലാൻ കഴിഞ്ഞു. ഈ സ്വലാത്തുകളൊക്കെ റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്നും ആ മലക്ക് ഖിയാമത്ത് നാൾ വരെ നമുക്ക് വേണ്ടി പൊറുക്കൽ തേടുമെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നതാണോ? ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹും അവന്റെ മലക്കുകളും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ പണിയെടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച, ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നൊരു പണി, ആ പണി നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം പൂർത്തിയാക്കുമ്പോൾ അതിന് വലിയ മഹത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ച് റബീഉൽ അവ്വലിലും അല്ലാത്ത സമയത്തും നാം ശ്രമിക്കണം. നാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ, ഇപ്പൊ ഇന്ന് നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അത് തന്നെ പരിസരത്തൊന്നും നടക്കുന്ന രൂപത്തിലല്ല. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സൈനുദ്ദീൻ മുസ്ലിയാർ അള്ളാഹു ഇവിടുത്തെ ദർജ എത്തിക്കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ഭാര്യയുടെ ദർജ അള്ളാഹു എത്തിക്കൊടുക്കുമാറാവട്ടെ, അവർ പതിവാക്കി നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗം ഏകദേശം 300-ലധികം സ്വലാത്തുകൾ ചൊല്ലിയിട്ടാണ് നമ്മുടെ ആ സദസ്സ് പിരിയുന്നത്. പരിസരത്തൊന്നും എന്തായാലും ഇല്ല, പരിസരത്തോടും കാണൂല. ആ നിലക്കൊരു സ്വലാത്തിന്റെ സദസ്സ് ഉണ്ടാകുമ്പോൾ അങ്ങാടിയിലോ ഒക്കെ നമ്മൾ വന്ന് അങ്ങ് പോകുമ്പോൾ ഇന്ന് സ്വലാത്തിന്റെ ദിവസമാണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പള്ളിയിൽ കയറി ആ സ്വലാത്തിൽ കൂടട്ടെ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് വിജയത്തിന്റെ ഒരു കാരണമാണ്. ആ കൂട്ടത്തിൽ നാം സ്വലാത്ത് ചൊല്ലി പള്ളിയിൽ ഇത്തിഖാഫിന്റെ നിയ്യത്തോടുകൂടി അവിടെ ഇരുന്ന് ചൊല്ലുമ്പോൾ അത് വലിയ നേട്ടമാണ്. ഇതൊക്കെ ആസ്വദിക്കലും അനുഭവിക്കലും മരണത്തിന്റെ ശേഷമാണ്. മരണത്തോടുകൂടി ഇതിന്റെ സ്വാദും രസവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകത്തുള്ള സുഖങ്ങളും ആസ്വാദനങ്ങളും ഇങ്ങനെ കണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുകയില്ല. ചിന്ത വരൽ മരണത്തോടുകൂടിയാണ്. അതുകൊണ്ട് ഞാനിത് പറയുന്നത് ഞാൻ ഇതിലൊക്കെ വളരെ ഉന്നതിയിലാണ് എന്ന നിലക്കല്ല, നിങ്ങളെ പോലെ ഒരു ആള്. അതോടുകൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാൽ അതിന്റെ ശിക്ഷകൾ പരിശുദ്ധ ഖുർആൻ വല്ലാതെ പറയുന്ന
എന്നിങ്ങനെ പരസ്പരത്തും പറയുന്നത് കാണാം. അതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ എന്ന നിലയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരുത്താൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അത് എത്രയെന്നറിയില്ല. ഇപ്പൊ ഇതുവരെ നമുക്ക് കിട്ടി, നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എത്ര ആളുകളെയാണ് ഈ വീട്ടിലുള്ള ഇവരുടെ ഉപ്പയെ നാം ഖബറിൽ കൊണ്ടുപോയി വെച്ചു പോന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന ഖബറിലാണ്. അവരെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. അവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുമ്പോൾ തിരിയാനും അറിയാനും ഒന്നിനും കഴിയാത്ത ആ ഇടുങ്ങിയ റൂമിൽ എന്തായിരിക്കും ആ കിടത്തം എന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേറെ ഒന്നും ചിന്തിക്കണം. മരണം തന്നെ കഫാബിൽ മർഇ എന്നൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് ഉപദേശകനായി മരണം തന്നെ മതി. മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അവന്റെ ജീവിതം മെച്ചപ്പെടുത്താനും ചിട്ടപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ആ നമ്മുടെ എല്ലാ കാര്യവും ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ്. എല്ലാത്തിനും ടൈം ടേബിൾ ഉണ്ട്, നിസ്കാരത്തിന് ടൈം ടേബിൾ ഉണ്ട്, നോമ്പിന് ടൈം ടേബിൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടൈം ടേബിൾ കാണിച്ചുകൊണ്ടൊരു മതം പരിശുദ്ധ ഇസ്ലാമല്ലാതെ ഒറ്റൊന്നും കാണൂല. അതുകൊണ്ട് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇത്ര സ്വലാത്തില്ലേ, ഇന്ന് ഫർദ് നിസ്കാരം കൃത്യമായി എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞോ, സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞോ എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ച് ചെറിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് അതിനൊക്കെ തൗഫീഖ് നൽകി ആ ഒരു അവസ്ഥ, ആ ഒരു നല്ലൊരു അവസ്ഥ നേടിയെടുത്ത് മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ഉറക്കെ ചൊല്ലി, വീട്ടുകാരൊക്കെ കേൾക്കണം, ഭാര്യ കേൾക്കണം, മക്കള് കേൾക്കണം, ആ നിലക്ക് ഉറക്കതിക്കുക ചൊല്ലി ആ സ്വർഗം കണ്ട് മുത്തുനബിയെ കണ്ടൊന്ന് മരിക്കണം. ആ മരണത്തിന് വല്ലാത്ത സ്വാദാണ്, അതിന് വല്ലാത്ത രസമാണ്, അതിന് വല്ലാത്ത ആസ്വാദനമാണ്. ആ നിലക്കുള്ള മരണം മരിച്ചാൽ മരിക്കുന്നതിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അതേ സമയത്ത് അല്ലാത്തൊരു മരണമാണെങ്കിൽ അത് വല്ലാത്ത ദുർഘടമാണ്, വല്ലാത്ത പ്രയാസമാണ്. പടച്ച റബ്ബ് നമുക്കും നമ്മുടെ കൂടിയ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നാമുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനുകൾക്കും ആ നിലക്കുള്ള ഒരു മരണം അല്ലാഹു നമുക്ക് ഓശാരമായി നൽകുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവിൽ ഇങ്ങനെ കൂടി മുത്തുനബിയെ പ്രകീർത്തിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണോ മുഅ്മിനുകൾക്ക് അല്ലാഹു കൊടുക്കുക, ആ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനും അതോടൊപ്പം ഇതുകൊണ്ട് എന്തൊക്കെ ഷെറുകൾ തട്ടിപ്പോകുമോ ആ ഷെറുകളൊക്കെ തട്ടിപ്പോയി ഒരു സന്തോഷകരമായ ജീവിതം കാഴ്ചവെക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല. ഇവിടെ മരണപ്പെട്ടു പോയ ബഷീർ മാസ്റ്ററുടെ ഉപ്പ അല്ലാഹുവിന്റെ ദറജ കൊടുക്കുമാറാവട്ടെ, അവിടത്തേക്ക് വലിയ സന്തോഷം നൽകുമാറാവട്ടെ. മക്കൾ ചെയ്യുന്ന എല്ലാറ്റിന്റെയും പ്രതിഫലം അവരുടെ അടുത്തേക്ക് എത്തും. അതോടുകൂടെ ഒന്ന് നെയ്യത്ത് വെക്കുമ്പോഴോ അത് വലിയ കട്ടിയോടുകൂടെ വലിയ കനത്തോടുകൂടെ അവർക്ക് എത്തും. കാരണം ഈ മക്കൾ വാപ്പ കാരണമാണ് മക്കൾ ഈ രൂപത്തിലായത്. അതുകൊണ്ട് തന്നെ ചെയ്താൽ തന്നെ പ്രതിഫലം അവർക്ക് കിട്ടും. അതിന്റെ പുറമെ ഒന്ന് നെയ്യത്ത് വെക്കുമ്പോൾ ഒന്നുകൂടി കനത്തിൽ അവർക്ക് എത്തും. ആ നിലക്കുള്ള സന്തോഷം ഉപ്പാക്ക് അല്ലാഹു നൽകുമാറാവട്ടെ, ഉമ്മാക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. നല്ല ആഫിയത്ത് മരണം വരെ വളരെ സന്തോഷത്തോട് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ബഷീർ മാസ്റ്റർ ഭാര്യയുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി. രണ്ടുപേർക്കും അല്ലാഹു തആല സന്തോഷം നൽകുമാറാവട്ടെ. മരുമക്കളെ കുടുംബത്തിൽ മരണപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കും അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. മുസ്തഫ മാസ്റ്ററുടെ അമ്മോശനും അമ്മായിമയും രണ്ടുപേരും മരണപ്പെട്ടു. ഷരീഫ് ഉസ്താദിന്റെ അമ്മോശൻ മരണപ്പെട്ടു. അവർക്കെല്ലാം പടച്ച റബ്ബ് വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിസരത്തിൽ അയൽവാസികളിൽ നിന്നൊക്കെ മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഈ സദസ്സിന്റെ റാഹത്ത് കൊടുത്ത് സന്തോഷം കൊടുത്ത് ആ ജീവിതം നല്ല നിലക്ക് ആസ്വദിക്കാൻ പടച്ച റബ്ബ് അവർക്ക് അവസരം നൽകുമാറാവട്ടെ. ഇതൊരു അവസാനത്തെ സദസ്സാകാതെ അടുത്ത വർഷവും തൊട്ടടുത്ത വർഷങ്ങളിലുമൊക്കെ ഇത്തരം സദസ്സുകൾ പങ്കെടുത്ത് അതുണ്ടാക്കി അതിന് വേണ്ടതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, അബൂബക്കറെ പോലെ ആര്യാജിനെ പോലെ രോഗം എന്ന് പറയണില്ല, എന്നാലോ ചെറിയ പ്രയാസങ്ങൾ അവർക്കൊക്കെ ഉണ്ട്. പള്ളിയിൽ ജമാഅത്തിലെത്തുന്നവരാണ് സ്ഥിരമായി. പടച്ച റബ്ബ് രോഗമായി പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നല്ല ആഫിയത്ത് നൽകി വാങ്ങുകൊടുക്കും പള്ളിയിലേക്ക് എത്താൻ, പള്ളിയിൽ ഒരുപാട് സമയം കഴിച്ചു കൂട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു നമുക്കൊക്കെ സലാമത്ത് നൽകി ഒരുപാട് കാലം അവന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ.
إلى حضرة النبي سيدنا محمد صلى الله عليه وسلم. الفاتحة.